തൊടുപുഴ കോലാനി സ്വദേശി ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകാനും കൊലപ്പെടുത്താനും പ്രതികൾ 3 ദിവസം നീണ്ട ആസൂത്രണം നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഈ മാസം 15-നാണ് നാൽവർ സംഘം ബിജുവിനെ ലക്ഷ്യമിട്ട് തൊടുപുഴയിലെത്തുന്നത്. 3 ദിവസം ബിജുവിന്റെ ഓരോ നീക്കങ്ങളും സംഘം നിരീക്ഷിച്ചു. 19-ന് രാത്രി 11 മണിക്ക് ശേഷം തട്ടിക്കൊണ്ടുപോകാനായിരുന്നു പദ്ധതി. എന്നാൽ പ്രതികളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് ബിജു നേരത്തെ വീട്ടിൽ മടങ്ങിയെത്തി. പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്ക് അലാറം വെച്ചുണർന്ന പ്രതികൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ ബിജുവിനെ പിന്തുടർന്നു. സ്കൂട്ടറിൽ വരികയായിരുന്ന ബിജുവിനെ ഇവിടെ വെച്ചിട്ടാണ് ജോമോനും സംഘവും വാഹനം ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തുന്നത്. അതിനുശേഷം ബിജുവിനെ വലിച്ച് വാഹനത്തിലേക്ക് ഇട്ടു. ഇവിടെ നടത്തിയ തെളിവെടുപ്പിൽ ബിജുവിന്റെ ചെരുപ്പും അതോടൊപ്പം തന്നെ പ്രതികൾ ആക്രമിക്കുന്നതിനായി കൊണ്ടുവന്ന പെപ്പർ സ്പ്രേയും കണ്ടെടുത്തിട്ടുണ്ട്. വാഹനത്തിൽ വെച്ച് ബിജു ബഹളം വെച്ചിരുന്നു. ഇത് തടയാനായിരുന്നു മർദ്ദനം. കേസിലെ 3-4 പ്രതികളായ മുഹമ്മദ് അസ്ലം, ജോമിൻ കുര്യൻ എന്നിവരെ മൃതദേഹം ഒളിപ്പിച്ച ഗോഡൌണിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഗോഡൌണിൽ നടത്തിയ തെളിവെടുപ്പിൽ പ്രധാനമായും മൃതദേഹം കുഴിച്ചുമൂടാൻ ഉപയോഗിച്ച ഉപകരണങ്ങളാണ് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഈ കൃത്യസമയത്ത് പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തി. പ്രതികളുടെ ആക്രമണത്തിൽ തലച്ചോറിനേറ്റ ക്ഷതത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് ബിജുവിന്റെ മരണകാരണം. കൂടാതെ നെക്കിൽ ഒരു ഫ്രാക്ചറുള്ളതായിട്ടും റിബ്സിലും ഫ്രാക്ചറുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നേ ഉള്ളൂ. 1-ാം പ്രതി ജോമോനെ കോടതി റിമാൻഡ് ചെയ്തു. ജോമോനെ 4 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.